നമുക്ക് 30th ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് നടക്കുന്നത്. അപ്പം മെയിൻ ആയിട്ടുള്ള ഈ ഒരു മീറ്റിംഗിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇലക്ഷൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇലക്ഷനിലുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? കുറേ പേര് പാനലുള്ളവരുണ്ട്, കുറേ പേര് അവരും ഉണ്ട്, വളരെ കുറച്ച് പേര് പുറത്തുനിന്നുള്ളവരും ഉണ്ട്. എല്ലാവരും ഞങ്ങൾക്ക് അങ്ങനെ ആരെയും വേർതിരിച്ച് കാണാം. ഞങ്ങൾ 505 മെമ്പേഴ്സാണ് ഉള്ളത്. സോ ആരെയും അങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റും. പിന്നെ ഇതെല്ലാവരും ചെയ്യുന്നൊരു വോളണ്ടറി വർക്കാണ്. അപ്പം മുൻപോട്ട് വന്ന് നമ്മളൊന്നും മുൻപോട്ട് വന്നില്ല, അവരൊക്കെ മുൻപോട്ട് വന്ന് ചെയ്യാൻ. സോ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യും. എന്തുകൊണ്ടാണ് മത്സരിക്കാത്തത്? സത്യം പറഞ്ഞാൽ അതിനുള്ളൊരു കുറേ വർഷമായല്ലോ. അപ്പം അടുത്ത പ്രാവശ്യം മേ ബി നിൽക്കാം, ഉറപ്പായിട്ടുണ്ടാവും. നിൽക്കാം. ഓക്കെ, അപ്പം നമുക്ക് മെയിനായിട്ടുള്ളൊരു നഷ്ടം എന്ന് പറയാൻ പറ്റില്ല. ഇടവേള ബാബു ചേട്ടൻ നമ്മൾ എപ്പോഴും കൂടെയുണ്ട്. പക്ഷേ ആ ഒരു ഭാരവാഹിത്വത്തിൽ നിന്ന് ഇത്രയും കാലം നമ്മുടെ മുന്നിൽ നിന്ന് നയിച്ചതാണ്. അപ്പം അദ്ദേഹം ആ ഒരു ഭാരവാഹിത്വത്തിൽ നിന്ന് വിടവാങ്ങുമ്പോൾ എന്താണ് ആ ഒരു വിഷമമുണ്ട്. പക്ഷേ ആ പോസ്റ്റ് കവർ ചെയ്യാൻ വന്നവരും പാനലിലുള്ളവർ തന്നെയാണ്. പക്ഷെ ബാബുചേട്ടൻ വിട്ടെവിടെയും പോകത്തില്ല. എപ്പോഴും നമ്മൾ ബാബുചേട്ടനെയാണ് വിളിക്കാറ് എന്താവശ്യത്തിന്. അപ്പം നമ്മുടെ 3ാം തവണയാണ് ലാലേട്ടൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പം അതിനെക്കുറിച്ച് എന്താണ്? അപ്പം കാരണം നമുക്ക് നേരത്തെ എനിക്കൊരു അബദ്ധം പറ്റി. അപ്പൊ രണ്ടുപേരെ എനിക്ക് ഒരുമിച്ച് കിട്ടിയാണ്. എനിക്ക് പറ്റിയ അബദ്ധമാണ്. എന്നെ വിളിച്ചു. അപ്പൊ പിന്നെ അപ്പൊ എന്തായാലും എന്തായാലും ഒരുമിച്ച് കിട്ടിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ലാലേട്ടനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അയ്യോ, അങ്ങനെയൊന്നും ചോദിക്കല്ലേ. ലാലേട്ടൻ്റെ പ്രസിഡൻസിയിൽ ഇതിപ്പോൾ 3ാമത്തെ കൊല്ലമാണ്. എന്താ എവറിത്തിങ് ഈസ് റണ്ണിങ് വെരി സ്മൂത്ത്. നമുക്കൊന്നും അറിയേണ്ട ആവശ്യം ഇല്ല. ബാക്കിയുള്ള ആ ഒരു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിലേക്കുള്ള മത്സരം, അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു വലിയ വിവാദമായിരുന്നു. ഒരു പാനൽ മത്സരങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷെ പിന്നീട് അത് ക്ലാരിഫൈ ചെയ്തു. അങ്ങനെ ഉള്ളിൽ ഒരു പാനൽ മത്സരം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഓക്കെ, എന്തായാലും വോട്ടിംഗ് ചെയ്തോ? എന്തായാലും ഇനി ബാക്കിയുള്ള റിസൾട്ടുകൾ നമുക്ക് വഴി അറിയാം. ഹാപ്പി അല്ലേ? താങ്ക് യു. ഞാൻ ചെയ്തു. വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞു? വോട്ട് ചെയ്തു. എന്താണ് ഈ തവണത്തെ ഇലക്ഷനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? അല്ല, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നടക്കുന്ന ഇലക്ഷൻ ആയതുകൊണ്ട് അങ്ങനെ ഭീകരമായിട്ടുള്ള ഒരു മത്സരമൊന്നുമില്ല ഇതിനകത്ത്. നമുക്കിഷ്ടമുള്ള എന്നാൽ നേതൃത്വത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാവരും. നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളല്ലേ. എല്ലാവരും ജയിക്കണം എന്നാണ് ആഗ്രഹം. എന്തുകൊണ്ടാണ് മത്സരിക്കാണ്ടിരുന്നത്? അല്ല, അത് നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള ആളുകളാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല മത്സരിക്കണം. ഇപ്പം ഇത്തവണ ഇടവേള ബാബു ചേട്ടൻ ആ ഭാരവാഹിത്വത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയാണ്. അപ്പം അത് ഒരു വലിയ വിടവ് തന്നെയാണ് അമ്മ സംഘടനയ്ക്കുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ബാബുചേട്ടൻ ഇത്രയും കാലം നമുക്ക് അമ്മയുടെ കൂടെ നിന്നു. നമുക്ക് വേണ്ട എല്ലാം, കാരണം ബാബുചേട്ടൻ തന്നെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഓരോ മെമ്പറിൻ്റെയും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ ബാബുചേട്ടൻ അറിയാം. അപ്പോൾ അത് വളരെ സന്തോഷമായിരുന്നു. ഇപ്പോൾ ബാബുചേട്ടൻ അതിൽ നിന്ന് മാറുന്നു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹമാണ്. കഴിഞ്ഞ തവണയും പറഞ്ഞതാണ്. അപ്പോൾ അത് ഇച്ചിരി വിഷമമുള്ള കാര്യമാണ്. പകരം വേറൊരാൾ വരും. പുതിയ സിനിമയുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഞാനിപ്പോൾ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ ആഷിക് കപൂർ ഡയറക്റ്റ് ചെയ്യുന്ന പടം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിനിഞ്ഞാന്ന് വരെ ഷൂട്ടിലായിരുന്നു. ഇതിനു വേണ്ടി വന്നതാണ്. എന്തായാലും സന്തോഷം. താങ്ക് യു. ഇത്തവണത്തെ ഇലക്ഷനിൽ ഒരുപാട് പേര് മത്സരിക്കുന്നുണ്ട്. ഒരു കിടപിടിക്കുന്ന മത്സരമാണ് നടക്കുന്നത്. അപ്പം എന്താണ് ഇത്തവണത്തെ ഇലക്ഷനെ കുറിച്ച് പറയാനുള്ളത്? കിടപിടിക്കുന്ന മത്സരമൊന്നുമല്ല, സോഷ്യൽ മത്സരം. എന്താണ് പ്രതീക്ഷകൾ ഇലക്ഷനെ കുറിച്ചുള്ള? പുതിയ പാനൽ അർഹതയുള്ളവർ ജയിച്ചു വരും. ഇടവേള ബാബു ചേട്ടനെ കുറിച്ച് എന്താണ് പറയാനുള്ള ഓർമ്മകളൊക്കെ? ഒന്നും പറയാനില്ല. കാര്യം എന്ന് പറഞ്ഞാൽ 25 വർഷമായിട്ട് അദ്ദേഹം അമ്മ എന്നുള്ള സംഘടനയെ എന്താ പറയുക, സ്വന്തം കുടുംബത്തെക്കാളും കൂടുതൽ സ്നേഹിച്ച് കൊണ്ടു നടന്നതാണ്. അദ്ദേഹം പോകുന്നതിൻ്റെ വിഷമം അദ്ദേഹം പോയാലേ അറിയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പുതുതായിട്ട് വരുന്ന ഒരാൾക്ക്, അത് നമുക്ക് അറിയാവുന്ന ആളുകൾ തന്നെയാണ് ആ ഒരു മത്സരത്തിൽ നിൽക്കുന്നത്. അപ്പം അവർക്ക് ഇടവേള ബാബു ചേട്ടനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട്. എന്താണ് അതിലുള്ളൊരു നിലപാട്? അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ അദ്ദേഹം മാത്രമേ ഉള്ളൂ. അത് ഇനി കാലം തെളിയിക്കട്ടെ, അതേ പറയാനുള്ളൂ. ഏതായാലും വരുന്നവർ ഒട്ടും മോശമാകാൻ വഴിയില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. മോശമാവില്ല. ഇപ്പം നമ്മുടെ അമ്മ സംഘടന ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഒത്തിരി ചാരിറ്റികൾ, കാരണം ഈ പറഞ്ഞ പോലെ ആവശ്യത അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് ഒരു അത്താണി തന്നെയാണ് കൂടെ. എന്നെപ്പോലുള്ള എന്തെങ്കിലും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ കൂടെ നിന്നിട്ടുണ്ട് അമ്മ. അമ്മയുടെ ഒരു ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഒരുപാട് ഓർമ്മകളിൽ ഇപ്പം ഇത് നിങ്ങൾ സുധരേട്ടൻ ഇതിൽ ചേർന്നതിന് ശേഷം ഉള്ള എത്രാമത്തെ മീറ്റിംഗ് ആണെന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നത് ഇത് 5ാമത്തെ മീറ്റിംഗ് ആണ്.
അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കലാപരിപാടികൾ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും. അതിലെന്തെങ്കിലും ഓർത്തെടുക്കാവുന്ന പ്രത്യേകിച്ച്? ഇല്ല, ഒരുപാട് നല്ല ഓർമ്മകളാണ്. എന്നും ഇനിയുള്ള കാലം അങ്ങനെ ആയിരിക്കട്ടെ. സന്തോഷം. ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവേർഡ് ബൈ മൈജി ഫ്യൂച്ചർ, India's #1 language academy, Neetu's Academy.